ഇൻഡോ ഇറ ബ്രാൻഡിന്റെ സ്ട്രെയിറ്റ് ഒരു കുർത്തിയാണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇതിന്റെ സൈഡാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. സാധാരണ നെക്കിലൊക്കെ എപ്പോഴും വർക്ക് ഉണ്ടാവാറുണ്ട്, പക്ഷേ രണ്ട് സൈഡിൽ പോക്കറ്റ് ഉണ്ട്. ആ പോക്കറ്റിന്റെ രണ്ട് സൈഡിലും എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഓഫ്കോഴ്സ് അതൊരു ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് എടുക്കാം നമുക്ക്. രണ്ട് സൈഡും പോക്കറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ വീനെക്കാണ് വരുന്നത്. വീനെക്കിൽ നമുക്ക് എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. 3/4 ആണ്. 3/4 എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പ്ലെയിനിൽ ഇങ്ങനെ എംബ്രോയിഡറി വരുമ്പോൾ കാണാൻ ഒരു ഭംഗിയല്ലേ. ആ ഒരു ഭംഗി ഇതിൽ എന്തായാലും ഉണ്ട്. പിന്നെ കളറും നമ്മുടെ ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ്. സൈസ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ലാർജ് ഇൻഡോ ഇറ ബ്രാൻഡ്. നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് മേടിക്കുന്നത്, അത് സിംഗിൾ കുർത്തി ആയിക്കോട്ടെ, 2 പീസ് ആയിക്കോട്ടെ, 3 പീസ് ആയിക്കോട്ടെ, അവരുടെ എന്താ പറയുക, നെഗറ്റീവ് എന്ന് പറയാനും ഒന്നുമില്ല. ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസാണ് വരുന്നത് കേട്ടോ. ഇതിൽ കളേഴ്സ് ഇല്ല കേട്ടോ, ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. സൈസസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് ആണ്, പെർഫെക്റ്റ് ആണ്. ഒരു പൊടിക്ക് ലൂസ് ഉണ്ട്. ആ ഒരു എന്നുവെച്ചാൽ ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സൈസിന് തന്നെ ഫിറ്റിങ്ങിൽ മേടിക്കണം. ഇത് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ബോറായിരിക്കും. രണ്ട് സൈഡ് പോക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഫുൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിന് ഭംഗി പോയി പോക്കറ്റ് ഫുൾ ക്ലോസ്ഡ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രൂ സൈസ് തന്നെ നമ്മൾ മേടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ലാർജാണ് ഞാൻ സ്ഥിരം മേടിക്കാറ്. മീഡിയം ആയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് ലൂസ് ഫിറ്റിംഗ് ആണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ മെറ്റീരിയൽ വരുന്നത് സിൽക്ക് കോട്ടൺ ബ്ലെൻഡ് മിക്സ് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. എന്തായാലും പെർഫെക്റ്റ് ആണ്. സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ, അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് നമ്മൾ ചെരുപ്പ് അന്വേഷിക്കുന്ന ഒരു സമയമാണ്. അതും ഷൂ ആണ് നമ്മൾ കൂടുതൽ അന്വേഷിക്കുന്നത്. പിന്നെ ഷൂവിൽ കളറൊന്നും ചോയ്സ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കൂളിലേക്ക് ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഒരു കൊല്ലത്തേക്കെങ്കിലും ഈട് നിൽക്കണം. പിള്ളേരാണ് എപ്പോഴും ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ട് നടക്കുക, കൂടുതൽ വാചകടിക്കില്ല. അപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ള ഷൂവിനെ കുറിച്ച് പറയാം കേട്ടോ. കുട്ടികളുടെ സ്കൂൾ തുറക്കണത് കൊണ്ട് നമ്മളൊരു ഷൂ മേടിച്ചിട്ടുണ്ട്. ഇത് ബാറ്റ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാളിറ്റിയെ കുറിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. ഇതിൽ ബ്ലാക്ക് ഷെയ്ഡാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. നമ്മൾ മേടിച്ചിരിക്കുന്നത് ബ്ലാക്ക്. ഇതിൽ സൈസസ് കുട്ടികളുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ 5, 6, 7, 8 ആ ഒരു സൈസ്. 8 വരെ എന്ന് പറയുമ്പോൾ കുറച്ച് മെൻസിൻ്റെ കളക്ഷൻസില്ല. പക്ഷെ കുട്ടികളുടെ തന്നെ നമുക്ക് 5, 6, 7 ആ ഒരു കളക്ഷൻ വരുന്നുണ്ട്. ഇത് മേടിച്ചിരിക്കുന്നത് ഞാൻ 5 ആണ് കേട്ടോ. 5 ആണ് ഈ സൈസ് മേടിച്ചിരിക്കുന്നത്. ബാറ്റ ബ്രാൻഡ് ആയതുകൊണ്ട് ക്വാളിറ്റീനെ കുറിച്ചിട്ട് നോ കോംപ്രമൈസ്. ഇതിൻ്റെ പാക്കിംഗ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാറ്റ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ആകെ ഒരു ടെൻഷനായി. ഞാൻ ബാറ്റയാണല്ലോ മേടിച്ചത്. പിന്നെ ഇത് ബി ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് ഇവിടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് കിട്ടിയത്. ബാറ്റയുടെ തന്നെയാണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പോൾ ബാറ്റ ബ്രാൻഡിൻ്റെ ഈ ഒരു ഫുട്വെയർ ആണ് നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത്. 5 ആണ് സൈസ്. ഇനി നമുക്ക് ത്രിബ്ലക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരെണ്ണം കൂടിയും പെയർ ചെയ്ത്, അതിൽ 2 ആൺകുട്ടികളാണ്. അപ്പോൾ അതിൽ 6 സൈസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അടുത്തൊരു ബ്രാൻഡിലേക്കാണ് പോയിരിക്കുന്നത്. ഏഷ്യൻ ബ്രാൻഡിൻ്റെ ഇത് 6 ആണ് കേട്ടോ സൈസ്. പാക്കിങ് അടിപൊളിയാണ്. നമ്മൾ പിന്നെ സ്ഥിരം ഈ ഒരു സ്കൂളിൻ്റെ നമ്മൾ ഇങ്ങനത്തെയൊക്കെയാണല്ലോ പിക്ക് ചെയ്യാറ്. അപ്പോൾ ഓരോ സ്കൂളിലേക്കും ഓരോ രീതിയായിരിക്കും. ചിലർക്ക് ഇങ്ങനെ ഡിസൈൻ കാര്യങ്ങളൊന്നും വേണ്ട, പ്ലെയിൻ മാത്രം മതി. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും അവൈലബിൾ ആണ്. ആമസോണിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ആണെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. മൈ ഹോൾ സ്റ്റോർ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും മൈ ഹോൾ സ്റ്റോറിൽ പോയിട്ട് ക്ലിക്ക് ചെയ്താലും, രണ്ടിൽ ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്കാണ് പോവുക. ആമസോൺ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇത് കിട്ടും. ഇനി ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിൻ്റെ താഴത്ത് കുറേ ഇങ്ങനെ സജഷനായിട്ട് നമുക്ക് ഇഷ്ടം പോലെ ചെരുപ്പുകൾ കാണാൻ പറ്റും. അത് പല ഡിസൈൻസ് പല കളേഴ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് കൂടുതൽ ബ്ലാക്ക് ആയിരിക്കും സജഷനിൽ വരാം കേട്ടോ. ഇത് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത് 6 ആണ് സൈസ്. ഇനി പെൺകുട്ടികൾക്കുള്ളതുണ്ട്, അത് ഇതുവരെ എത്തിയിട്ടില്ല. പെൺകുട്ടികൾക്കും ഇതുപോലെ തന്നെ സ്കൂൾ ഷൂസ് അവൈലബിൾ ആണ് കേട്ടോ ആമസോണിൽ. അതും റീസണബിൾ റേറ്റ്. നമ്മൾ ഇപ്പോൾ പുറത്തൊക്കെ മേടിക്കുന്നേക്കാളും എന്തായാലും ഒരു 50 രൂപ എന്തായാലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഏഷ്യൻ ബ്രാൻഡിൻ്റെ ഈ ഒരു ഫുട്വെയർ. അടുത്തത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെ ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചാണ് മേടിച്ചിരിക്കുന്നത്. സമയം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്കും സമയത്തിൻ്റെ ഒരു മൂല്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാച്ച് മേടിച്ചിട്ടുണ്ട്. എന്തായാലും അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, ലോക്കൽ ബ്രാൻഡ്സ് ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് ബ്രാൻഡഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഫാസ്റ്റ് ട്രാക്ക് ബ്രാൻഡിൽ നിന്നും 2 മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണേ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇതിൽ കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട്. ഒക്കെ ലൈറ്റ് ഷെയ്ഡുകളാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. ബ്ലാക്ക് ഡാർക്ക് ഷെയ്ഡാണ്. പിന്നെ ഒരു ഗ്രേ ഉണ്ട്. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കാണിച്ചു തരാം. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് ബ്രാൻഡിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. നമുക്ക് പാക്കൊക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ.
ലുക്ക് വൈസ് അടിപൊളിയാണ്. പിന്നെ വാച്ചിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഫാസ്റ്റ് ട്രാക്ക് ക്വാളിറ്റി ഉള്ളതാണ്. ഇനി ഒരു സംശയമില്ല, പിള്ളേർ ഇനി വലിച്ച് പൊട്ടിച്ചാൽ മാത്രം പൊട്ടുള്ളൂ, അല്ലാണ്ട് ഇന്ന് ഇതിനൊരു കംപ്ലൈൻറ്റ് വരില്ല. ഇത് ഗ്രേ ഷെയ്ഡാണ് കേട്ടോ. ഗ്രേയിൽ ഇതിൻ്റെ മെയിൻ എന്ന് പറയണതേ ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, പ്ലെയിനിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ളത് ഡീറ്റെയിലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ട്. അല്ലാണ്ട് കുട്ടികൾക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ആമസോണിൽ അവൈലബിൾ ആണ്. കുറേ ഇങ്ങനെ പിക്ചർ ആയിട്ടുള്ളതും കുറേ ഇങ്ങനെ നമ്പേഴ്സ് ആയിട്ടുള്ളതും പല പല മോഡൽസ് വരുന്നുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ സിമ്പിളായിട്ടുള്ളതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ ഇത് മേടിച്ചത്. ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. ഇതിൻ്റെ റേറ്റും വരുന്നുണ്ട്, റേറ്റ് ഒരു 800 സംതിങ് ആ ഒരു റേഞ്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് വാമസി ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ ഒരു കുർത്തി സെറ്റാണ്. ഇതിൻ്റെ കളറാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത്. നോർമൽ വിട്ടിട്ട് നമ്മൾ സാധാരണ എപ്പോഴും മറൂൺ, റെഡ്, ഗ്രീൻ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ കൂടുതൽ കാണാം. പക്ഷേ ഇത് ഒരു കളർ അടിപൊളി ബ്രൗൺ ഷെയ്ഡിൽ ഫുൾ ഓവറോൾ ഇങ്ങനെ ഒരു പ്രിൻറ്റ് വന്നപ്പോൾ തന്നെ പിക്ക് ചെയ്തു. ബ്രൗൺ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു കുറവ് വരുന്നുണ്ടാവില്ല, അപ്പോൾ അവർക്ക് വേണ്ടി പിക്ക് ചെയ്തത് ാണ് നമ്മൾ ഈ ഒരു 3 പീസിൻ്റെ ഒരു സ്ട്രെയിറ്റ് കുർത്തി സെറ്റ്. അതിന് ഫിറ്റിംഗ് വൈസ് അടിപൊളി, ലാർജ് ആണ് സൈസ്. മെറ്റീരിയൽ വരുന്ന റയോൺ ബ്ലെൻഡഡ് ആണ് കേട്ടോ. റയോൺ ബ്ലെൻഡഡ് മെറ്റീരിയൽ ആണ്, കംഫർട്ടബിൾ അതിനും ഉണ്ട് കേട്ടോ. ഇത് ഫുൾ ഓവറോൾ ഈ ഒരു പ്രിൻറ്റ് എത്ര അലിക്കാലും പോവില്ല കേട്ടോ. ബാക്കിലും ഇതിൻ്റെ പ്രിൻറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ അങ്ങനെ വരാനായിട്ട് ഒരു ചാൻസും ഇല്ല. ഫ്രണ്ടിലും ബാക്കിലും സ്ലീവിലും ഒക്കെ ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ്. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് വരുന്നത് സ്ട്രെയിറ്റ് ഇങ്ങനെ ലൈനായിട്ടുള്ളതാണ്, വേറെ പ്രിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. 3/4 സ്ലീവ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ കൂടെ ദുപ്പട്ട വരുന്നതും ഓവറോൾ ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ. ബ്രൗൺ ഷെയ്ഡ്, നല്ല അടിപൊളി ഷെയ്ഡാണ് അല്ലേ. ഗ്രേയിൽ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് എന്ന് പറയുന്നത്, ഇതിൽ വേറെ കളർ കോമ്പിനേഷൻ ഒന്നുമില്ല, ഒരു ഒറ്റ സിംഗിൾ ഷെയ്ഡ് ഒറ്റ പീസ്. പക്ഷേ ഇഷ്ടം പോലെ സൈസസ് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജാണ്. നിങ്ങളുടെ സൈസ് ചെയ്തെന്ന് വെച്ചാൽ ആ സൈസും അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാർജ് ആണ് സൈസ്. വാമസി ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ കുർത്തി സെറ്റാണ്. നമുക്ക് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ് ഇത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്രിൻ്റാണ്, റയോൺ മെറ്റീരിയൽ, റയോൺ ബ്ലെൻഡഡ് ആണ്. പക്ക റയോൺ അല്ല, പ്യുവർ റയോൺ അല്ല, റയോൺ ബ്ലെൻഡഡ് മെറ്റീരിയൽ. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള റേറ്റ് തന്നെ ഉള്ളൂ ഈ ഒരു 3 പീസിൻ്റെ കളക്ഷൻ. ഇനി ടോപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് കുർത്തിയാണ് വരുന്നത്. നെക്കിൻ്റെ പോർഷനിൽ ചെറുതായിട്ട് ഒരു പാച്ച് വർക്ക്, അത് അങ്ങനെ പ്രത്യേകിച്ച് അറിയുന്നില്ല, സെയിം ആ ഒരു ഇതിൽ തന്നെ. പിന്നെ സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 സ്ലീവിലും പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ എന്തായാലും വെയർ ചെയ്യാനായിട്ട് നല്ല സുഖമാണ്, കംഫർട്ടബിൾ ആണ്. റയോൺ ബ്ലെൻഡഡ് ആയാലും കംഫർട്ടബിളിൻ്റെ കാര്യത്തിന് ഒരു കുറവുമില്ല. അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് ഓവറോൾ വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ് ആണെങ്കിൽ ഒരു സിഗ്സാക്ട് ടൈപ്പ് ആയിട്ടുള്ള പ്രിൻറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പോക്കറ്റ് വൺ സൈഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഫ്കോഴ്സ് 3 പീസ് ആയതുകൊണ്ട് തന്നെ ദുപ്പട്ടയും കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ദുപ്പട്ടയും ഇതുപോലെ തന്നെ ഒരു മൽമൽ കോട്ടൺ ടൈപ്പ് ആയിട്ടുള്ളതാണ്. മൽമൽ കോട്ടൺ അല്ല, പക്ഷെ മൽമൽ കോട്ടൺ ടൈപ്പ് ആ ഒരു സോഫ്റ്റ്നെസ് ഇതിലും കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ദുപ്പട്ടയ്ക്ക് വിഡ്ത്ത് അതുപോലെ ലെങ്ത് ഒക്കെ നല്ല ലെങ്ത്തും വിഡ്ത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓവറോൾ ഈ ദുപ്പട്ടയുടെ സെയിം ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് പാൻറ്റിന് പോകുന്നത്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ്. ഇത് ഇപ്പോൾ ഞാൻ സെയിലിൻ്റെ സമയത്താണ് മേടിച്ചത്. ഇപ്പോൾ ഏപ്രിലിൽ ഇപ്പോൾ നമുക്ക് 6th വരയ്ക്ക് സെയിൽ ഉണ്ടായിരുന്നു. ആ സെയിലിൻ്റെ സമയത്താണ് മേടിച്ചത്. ജസ്റ്റ് 600 ആ ഒരു റേഞ്ചിന് എനിക്ക് കിട്ടി കേട്ടോ. ഇപ്പോഴത്തെ റേറ്റ് എക്സാക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്കിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ റേറ്റ് അതുപോലെ ഇതിൽ എത്രയൊക്കെ കളർ കോമ്പിനേഷൻ ഉണ്ടെന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ.